കേന്ദ്ര ബജറ്റ് ഇന്ന്. രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് ഇന്ന്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാവിലെ 11 മണിക്ക് ഇടക്കാല ബജറ്റ് ലോക്സഭയിൽ അവതരിപ്പിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഇടം പിടിക്കും. 2025-26 സാമ്പത്തിക വർഷത്തോടെ ധനക്കമ്മി GDPയുടെ 4.5% കുറയ്ക്കാനുള്ള നടപടികൾക്ക് തുടക്കമായേക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമാണ് അകലം. ഇടക്കാല ബഡ്ജറ്റാണ് അതുകൊണ്ട് ധനമന്ത്രി ഇന്ന് അവതരിപ്പിക്കുന്നത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിലുള്ളത് കൊണ്ട് തന്നെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നിറയുന്നതാകും ബഡ്ജറ്റ്. ക്ഷേമ ചെലവുകൾ വർദ്ധിപ്പിക്കാൻ ബഡ്ജറ്റിൽ സർക്കാർ മടിക്കില്ല. വ്യത്യസ്ത വിഭാഗങ്ങൾക്ക് പുതിയ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കും. നിലവിലുള്ള ക്ഷേമ പദ്ധതികൾ കൂടുതൽ ആകർഷകമാക്കാനുള്ള നിർദ്ദേശങ്ങളും ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നാണ് വിവരം. 2025-26 സാമ്പത്തിക വർഷത്തിൽ ധനക്കമ്മി GDPയുടെ 4.5% കുറയ്ക്കുകയാണ് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. ഇതിനുള്ള കർശന നടപടികളും ബഡ്ജറ്റ് മുന്നോട്ട് വെച്ചേക്കും. കാർഷിക മേഖലയുടെ പ്രോത്സാഹനത്തിനുള്ള വിവിധ പദ്ധതികൾ ഇടക്കാല ബഡ്ജറ്റിന്റെ ഭാഗമാകും. PM കിസാൻ നിധി 6,000 രൂപയിൽ നിന്ന് 9,000 രൂപ വരെ ഉയർത്താനുള്ള സാധ്യതയടക്കമാണ് നിലവിലുള്ളത്. രാജ്യത്ത് ഗ്രാമീണ മേഖലയുടെ നവീകരണം ലക്ഷ്യമിടുന്ന പദ്ധതികൾ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഇടം പിടിക്കും. പണപ്പെരുപ്പം മറികടക്കുന്നതിന് സ്വീകരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്നതാണ് സാമ്പത്തിക മേഖല ഉറ്റുനോക്കുന്നത്. ഡിജിറ്റലൈസ്ഡ് ഇന്ത്യ, ഗ്രീൻ ഹൈഡ്രജൻ, ഇലക്ട്രിക് വാഹനങ്ങൾ, ബ്രോഡ്ബാൻഡ് എന്നിവയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾക്ക് ഈ ബഡ്ജറ്റിലും ധനമന്ത്രി പിശുക്ക് കാട്ടില്ല. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കൂടുതൽ തുക അനുവദിച്ചേക്കും. ഭക്ഷ്യ വളം സബ്സിഡികൾക്കായി ഏകദേശം 4 ട്രില്യൺ അനുവദിക്കുന്ന പ്രഖ്യാപനവും ബഡ്ജറ്റിൽ ഇടം പിടിക്കുമെന്നാണ് വിവരം. സ്വർണം പണമാക്കൽ പദ്ധതി ആകർഷകമാക്കുന്ന പ്രഖ്യാപനങ്ങളും ബഡ്ജറ്റിൽ ഉണ്ടാകും. ചെലവ് കുറഞ്ഞ ഭവന പദ്ധതികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് സർക്കാർ നയം. 15%-ലധികം തുക ഈ മേഖലയിൽ വർദ്ധിപ്പിച്ചേക്കാം. ചെലവ് കുറഞ്ഞ ഭവനങ്ങൾക്കായുള്ള വിഹിതം 1 ട്രില്യനായി ഉയർത്താൻ സാധ്യതയുണ്ട്. ഓഹരി വിറ്റഴിക്കൽ പ്രോത്സാഹനം ഈ ബഡ്ജറ്റിലും നയമാകും. 510 ബില്യൺ രൂപ സമാഹരിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഓഹരി വിറ്റഴിക്കൽ പ്രഖ്യാപനങ്ങളാകും ബഡ്ജറ്റിൽ ഇടം പിടിക്കുക. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി.